അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നത് പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പെരുന്നാൾ നമസ്കാരത്തിന് ആ ദിവസം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിൽ ഒന്നാമതായി, പെരുന്നാൾ ദിനത്തിൽ രാവിലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മുഴുവൻ ആളുകളും കുളിച്ചു വൃത്തിയായി പുതുവസ്ത്രമണിഞ്ഞ് സുഗന്ധം പൂശി നിസ്കാര സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. അന്ന് കുളിക്കൽ പ്രത്യേകം പുണ്യമുള്ള സുന്നത്തുള്ള ദിവസമാണ് പെരുന്നാൾ. അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകം കുളിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം എണ്ണി പറഞ്ഞ കാര്യങ്ങളാണ്: ഒന്ന് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം; പിന്നൊന്ന് യൗമു അറഫ, അറഫ ദിനം; പിന്നെ 2 പെരുന്നാൾ ദിവസങ്ങൾ. അങ്ങനെ 4 ദിവസങ്ങളാണ് അലി റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതൊരു സുന്നത്തുള്ള കൂലിയുള്ള കാര്യമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിട്ട് കുളിക്കൽ മുസ്തഹബാണ്, അഭികാമ്യമാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർ ഏക അഭിപ്രായമാവുന്നു. അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളാണെങ്കിൽ ഈദുൽ ഫിത്തറിന് പെരുന്നാളിന് പോകുമ്പോൾ വല്ലതും കഴിച്ചു പോകുക എന്നുള്ളതും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദുൽ ഫിത്തറിന് പോകുമ്പോ ഒന്നും കഴിക്കാതെ പോവില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. കാന ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യതഅം വലാ യതഅം യൗമൻ നഹ്രി ഹത്താ യൻഹർ. ബലിപെരുന്നാളിനാണെങ്കിൽ രാവിലെ ഒന്നും കഴിക്കൂല, ബലി അറുത്തിട്ട് ആ ബലിമാംസമാണ് കഴിക്കാറുള്ളത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊരു സുന്നത്തായ കാര്യമാണ്. അതേപോലെ തന്നെ ചെറിയ പെരുന്നാളിന് തന്നെ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഗ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തംറാത്ത്, ഈത്തപ്പഴം കഴിക്കുമായിരുന്നു എന്നും വയക്കുലുഹുന്ന വിത്രൻ, അത് ഒറ്റയായി കഴിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ അതിന്റെ സുന്നത്തുകൾ പെട്ടതാണ്. അതേപോലെ പെരുന്നാൾ നിസ്കരിക്കേണ്ടത് ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടാൻ സൗകര്യമുള്ള വിശാലമായ ഒരു സ്ഥലത്ത്, മുസല്ല എന്നാണ് അതിന്റെ ഹദീസിൽ വന്നത്. ഈദ്ഗാഹ് എന്ന് നമ്മൾ പറയുന്ന ആ സ്ഥലത്ത് വെച്ചാണ് പെരുന്നാൾ നിസ്കരിക്കേണ്ടത്. ഹദീസിൽ വന്നു, കാനൻ നബിയു യഖ്റുജു ഫിൽ ഫിത്രി വൽ അദ്ഹ, ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമായിരുന്നു. ഇലൽ മുസല്ല, മുസല്ലയിലേക്ക്. മുസല്ല പറഞ്ഞാൽ ഈദ്ഗാഹ്, പെരുന്നാൾ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തിനൊക്കെ മുസല്ല എന്ന് പറയും. മുത്തഫഖുൻ അലൈഹി. അപ്പൊ അതും സുന്നത്തായ ഒരു കാര്യമാണ്. എന്നാൽ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല. എല്ലാവരും ഉൾക്കൊള്ളാനും അതേപോലെ തന്നെ പള്ളിയിൽ വരാൻ പറ്റാത്ത സ്ത്രീകൾക്കൊക്കെ പങ്കെടുക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയാണത്. അപ്പൊ മഴയോ അത് എന്തെങ്കിലും കാരണം കൊണ്ട് പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ വിരോധമില്ലതാണ്. അതേപോലെ ഏറ്റവും ഭംഗിയുള്ളതും പുതിയതുമായ വസ്ത്രം ധരിക്കുക, ഏറ്റവും പുതിയ വസ്ത്രം ധരിക്കലാണ് പെരുന്നാൾ നിസ്കാരത്തിന് സുന്നത്തുള്ളത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ പെരുന്നാളും അതിൽ ഭംഗിയാക്കലും എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെ ഉണ്ട്, ബാബുൽ ഈദി വത്തജമ്മുലു ഫീഹി. അപ്പൊ അതൊരു സുന്നത്തായ ഒരു കാര്യമാണ്. അത് ഒരു അധ്യായം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പുറപ്പെടുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് പോകേണ്ടത്. അതുപോലെ സുഗന്ധം ഉപയോഗിക്കൽ, അതും സുന്നത്താണ്. ഏത് സമയത്തും സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. പ്രത്യേകിച്ച് പെരുന്നാളിന് സുന്നത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ സ്ത്രീകൾ പുറപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കല് സുന്നത്തില്ല എന്ന് മാത്രമല്ല, അവർക്ക് നിഷിദ്ധമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അയ്യുമാ ഇംറഅത്തിൻ ഇസ്തഅതറത് ഫമറത് അലാ ഖൗമിൻ യജിദു മിൻ ദീഹിഹാ ഫഹിയ സാനിയത്തുൻ. മറ്റുള്ളവര് സുഗന്ധം ആണുങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ അടിച്ചിട്ടുള്ള സുഗന്ധം മറ്റുള്ളവർക്ക് കിട്ടണം എന്നുള്ള ധാരണയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം പൂശിയിട്ട് പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ, മറ്റേ ജനങ്ങളുടെ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ആളുകളുടെ ഇടയിലൂടെ നടക്കുകയാണെങ്കിൽ അവർ വ്യഭിചാരിണിയാണ് എന്നാണ് ഇമാം നസായി ഉദ്ധരിച്ച ഹദീസ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞ അയ്യുമാ ഇംറഅത്തിൻ അസ്വാബത്തു ബുഖൂറൻ, ഏതെങ്കിലും സ്ത്രീ സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ തഷ്ഹദ് മഅനൽ ഇശാൽ ആഖിറ, ഇശാ നിസ്കാരത്തിന് പള്ളിയിൽ വരരുത്. അങ്ങനെയൊക്കെ ഹദീസുകളുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് സ്ത്രീകൾ മാത്രമുള്ളൊരു സദസ്സാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നതിന് വിരോധമല്ല. പുരുഷന്മാരും എല്ലാവരും സമ്മേളിക്കുന്ന സദസ്സുകളിലാണെങ്കിൽ അവർക്ക് പ്രത്യേകം സ്ഥലം സൗകര്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർ പോകുന്നതും വരുന്നതൊക്കെ ഈ പുരുഷന്മാരുടെ ഇടയിലൂടെ ആയതുകൊണ്ട് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് അതില് ശരിയായിട്ടുള്ള അഭിപ്രായം.
ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സ്ത്രീയെ കണ്ടുമുട്ടുകയുണ്ടായി. അപ്പൊ അവരിൽ നിന്ന് നല്ല സുഗന്ധം അടിച്ചു വീശുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പള്ളിയിൽ നിന്നാണ് വരുന്നത് ചോദിച്ചു ആ സ്ത്രീയോട്. സ്ത്രീ പറഞ്ഞു, അതെ, പള്ളിയിൽ നിന്നാണ്. പള്ളിയിൽ പോകാൻ വേണ്ടിയാണോ ഇങ്ങനെ സുഗന്ധം പൂശിയത് എന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, അതെ. അപ്പൊ അവിടുന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി സമഅതു ഹിബ്ബി അബൽ ഖാസിം, എന്റെ സ്നേഹിതൻ, ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തുഖ്ബലു സലാത്തുൻ ലി ഇംറഅത്തിൻ, ഒരു സ്ത്രീയുടെ നിസ്കാരം ശരിയാവൂല, തതയ്യബത് ലിഹാദൽ മസ്ജിദ്, പള്ളിയിലേക്ക് വരുമ്പോ സുഗന്ധം പൂശി വന്നവരെ, ആ സ്ത്രീയുടെ നിസ്കാരം തന്നെ ശരിയാവൂല. ഹത്താ തർജിഅ ഫതഗ്തസില ഗുസ്ലഹ മിനൽ ജനാബ, അവർ തിരിച്ചുപോയി ജനാബത്തിന് കുളിക്കുന്നത് പോലെ കുളിച്ചാൽ മാത്രമേ അവരുടെ നിസ്കാരം ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് ഗൗരവമാണ്. ആ മണം പോകണം, കഴുകിക്കളയണം. അങ്ങനെ സുഗന്ധം എന്ത് ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ ഉപയോഗിക്കാൻ പാടില്ല. അത് ഫിത്നയാണ്, ആളുകൾ ആകർഷിക്കുന്ന രീതിയിൽ ആളുകളുടെ നിസ്കാരം ബാത്തിലാക്കുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് തിന്മയിലേക്ക് നയിക്കുന്നതാണത് എന്നാണ്. അപ്പോ ഇത് പള്ളിയിൽ പോകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എങ്കിൽ പിന്നെ പുറത്തു പോകുമ്പോൾ എവിടെ പോകുമ്പോഴും പാടില്ല. അങ്ങാടി പോകുമ്പോഴും, കല്യാണത്തിന് പോകുമ്പോഴും, വിരുന്നു പോകുമ്പോഴും, ആളുകൾ കൂടുന്ന സദസ്സുക്ക് പോകുമ്പോഴൊന്നും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഹദീസില് ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പള്ളിയിലേക്ക് പോകുമ്പോൾ പാടില്ല എങ്കിൽ മറ്റെവിടെ പോകുമ്പോഴും പാടില്ലാത്തതാണ്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ഈദ്ഗാഹിലേക്ക് പെരുന്നാളിന് പോകുമ്പോഴും വരുന്നതും നടന്നു പോകൽ, കാൽനടയായിട്ട് പോകൽ സുന്നത്താണ്. കുറച്ചൊക്കെ ദൂരമുള്ളൂ എന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ നടന്നു പോകലാണ് ഉത്തമം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നടന്നു തന്നെയാണ് പോയിരുന്നത് എല്ലാവരും. ഇപ്പോഴാണ് വാഹനങ്ങൾ ഇതൊക്കെ, പള്ളി അടുത്ത് വന്നപ്പോ വാഹനങ്ങളിൽ തന്നെ പോകുന്ന ശിഷ്ടായി. പണ്ട് പള്ളി ദൂരായിരുന്നു, അപ്പോഴും ആളുകൾ നടന്നാണ് പോയിരുന്നത്. ഇന്ന് തിരിച്ചായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽനടയായിട്ടാണ് ഈദ്ഗാഹിലേക്ക് പോയിരുന്നതും മടങ്ങിയിരുന്നതുമെന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു മാജയിലും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഹദീസില് അങ്ങനെ വന്നിട്ടുണ്ട്. മാത്രല്ല അതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് മുമ്പ് പള്ളിയിൽ പോകുമ്പോൾ ഓരോ കാലടികൾക്കും പദവിയും ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസൊക്കെ ഇവിടെയും ബാധകമാണ്. നിസ്കരിക്കാനാണല്ലോ പോണത് ആ നിലക്ക്. അതേപോലെ തന്നെ പെരുന്നാളിന് തക്ബീർ അധികരിപ്പിക്കൽ, തക്ബീർ ധാരാളം ചൊല്ലൽ സുന്നത്താണ്. ചെറിയ പെരുന്നാളിന് മുസല്ലയിൽ എത്തുന്നത് വരെയാണ് തക്ബീർ ഉള്ളത്. മാസം കണ്ടത് മുതൽ, അല്ലെങ്കിൽ നാളെ പെരുന്നാളാണെന്ന് ഉറച്ചത് മുതൽ, അതിന്റെ രാത്രി ആയത് മുതൽ പിറ്റേ ദിവസം പെരുന്നാൾ മുസല്ലയിൽ നിസ്കാരം തുടങ്ങുന്നത് വരെയാണ് തക്ബീർ സുന്നത്ത് ചെറിയ പെരുന്നാൾ. വലിയ പെരുന്നാളിന് ദുൽഹജ്ജ് 1 മുതൽ തക്ബീർ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കാം. തക്ബീർ മുത്തലഖ്, അത് ദുൽഹജ്ജ് 13 സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ സമയമുണ്ട്. എന്നാൽ അവിടെ തക്ബീർ മുഖയ്യദ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അറഫ ദിവസത്തിന്റെ സുബഹ് നിസ്കാരം ശേഷം മുതൽ അയ്യാമത്ത് തശ്രീഖിന്റെ അവസാനം, അതായത് ദുൽഹജ്ജ് 13 അസർ നിസ്കാര ശേഷം വരെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം തക്ബീർ ചൊല്ലൽ, അത് തക്ബീർ മുഖയ്യദ് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെയാണ്. അപ്പൊ ആ സുന്നത്ത് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ തക്ബീർ ചൊല്ലിയിരുന്നതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നും, അല്ലാഹു അക്ബർ എന്നുള്ളത് പിന്നെ 3 തക്ബീർ ആദ്യം ചൊല്ലിയിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അങ്ങനെയും ഹദീസ് പിന്നെ സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നമ്മൾ തക്ബീർ ചൊല്ലുകയാണ് വേണ്ടത്. പിന്നൊന്ന്, പെരുന്നാൾ നിസ്കാരത്തിന് ബാങ്കോ ഇക്കാമത്തോ ഇല്ല. മറ്റ് നിസ്കാരങ്ങൾ പോലെ ബാങ്കും ഇക്കാമത്തും ഇല്ലാതെ ഉള്ള നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. അതുപോലെ തന്നെ നിസ്കാരത്തിന് മുമ്പ് അല്ലെങ്കിൽ ശേഷമോ സുന്നത്ത് നിസ്കാരമില്ല പെരുന്നാൾ നിസ്കാരത്തിന്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഒരു സുന്നത്തില്ല. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല യൗമൽ ഈദ് റകഅത്തൈൻ, നബി പെരുന്നാൾ ദിവസം 2 റകഅത്ത് നിസ്കരിച്ചു. ലം യുസല്ലി ഖബ്ലഹാ വലാ ബഅദഹാ, ആ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. അപ്പോ പിന്നെ ആ 2 പെരുന്നാൾ നിസ്കാരമല്ലാതെ അതിന് മുമ്പും പിമ്പും സുന്നത്തില്ല. എന്താ ചിലപ്പോ പള്ളിയിൽ വെച്ചാണ് നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്നതെങ്കിലോ അവിടെ പള്ളിയിൽ കയറിയാലുള്ള തഹിയ്യത്ത് നിസ്കാരമുണ്ട്. അതെപ്പോഴും ഏത് സമയത്ത് പള്ളിയിൽ കയറിയാലും ഉള്ളതുപോലെ പെരുന്നാൾ നിസ്കരിക്കാനായാലും പള്ളിയിൽ വന്നാൽ ആ നിസ്കാരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.